എന്റെ പൊന്നോ, ഈ ഇൻസ്റ്റഗ്രാം ഒന്ന് തുറന്നാ മതി. സത്യം പറഞ്ഞാൽ എന്റെ പോക്കറ്റ് കാലിയാക്കാനുള്ള എല്ലാ സാധനവും മുന്നിലുണ്ട്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓഫ് പിന്നെ. ഇന്നലെ രാത്രി ഞാനൊരു ഷൂ നോക്കിയതാ വെറുതെ. അത് തന്നെ 100 വട്ടം കാണിച്ചു ഇന്ന്. ശ്വാസം മുട്ടുന്നു. ഹഹ, പിന്നല്ലാതെ. നമ്മൾ എവിടെ പോയാലും അവിടെയുണ്ടാവും ഈ ഡിജിറ്റൽ കച്ചവടക്കാര്. ഫോൺ ഓഫ് ചെയ്ത് വല്ല ഹിമാലയത്തിലും പോയാലോ? അവിടെ വൈഫൈ കാണുമോ ആവോ? ഹഹ, അവിടെയെങ്ങാനും വൈഫൈ ഉണ്ടെങ്കിൽ അവിടെയും വരും പരസ്യം. അത് തന്നെ. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പവർ. സത്യം. ഈ എന്താ പറയാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ ബ്രാൻഡിംഗ് എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ടല്ലോ. സംഭവം കൊള്ളാം. പക്ഷേ ശരിക്കും ഇതെന്താണ്? ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? എന്റെ കയ്യിൽ ഇതുപറ്റി കുറച്ച് നോട്ട്സ് ഉണ്ട് കേട്ടോ. നമുക്കതൊന്ന് നോക്കിയാലോ? ആ, നല്ല ഐഡിയ. വെറുതെ റീൽസ് മാത്രം കണ്ടാൽ മതിയോ? നമ്മളെപ്പോലെയുള്ള ഈ കോളേജ് പിള്ളേരെ ഇതൊക്കെ എങ്ങനെയാ ചുറ്റിച്ചെടുക്കുന്നതെന്ന് അറിയണ്ടേ? കലക്കി. അത് നല്ല കാര്യാ. അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ വലയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങത്തേയുള്ളൂ. വാ, നമുക്കിതൊന്ന് എന്താ പറയാ, കീറി മുറിച്ചു പരിശോധിക്കാം. നമ്മുടെ കയ്യിലുള്ള ഈ ഇൻഫർമേഷൻ വെച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, ഡീൽ. പണ്ടൊക്കെ വീട്ടിലിരുന്നാൽ ടിവിയിൽ പരസ്യം, അല്ലെങ്കിൽ പത്രത്തിലെ. എന്റെ പപ്പ ഇപ്പോഴും പത്രം വായിക്കും. പക്ഷെ അതിലെ പരസ്യം ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാ. പക്ഷെ നമ്മളോ? ഫോൺ തുറന്നാ മതി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. ഹോ, എന്തിന് അവസാനം എന്റെ മെയിൽ വരെ വരും. കോളേജ് ഫെസ്റ്റിന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ മെസ്സേജ്. അത് സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം, അവിടെയായിരിക്കും നമ്മളെ പിടിക്കാൻ എളുപ്പം, അല്ലേ? ശരിയാ. ക്ലാസ് കഴിഞ്ഞാ പിന്നെ മിക്കവാറും ഫോണും ഇന്റർനെറ്റും അല്ലേ ലോകം. അതെ അതെ. അപ്പോ അവിടെ വന്നാലേ കാര്യമുള്ളൂ. പക്ഷേ ചുമ്മാ വന്ന് പരസ്യം കാണിക്കുകയല്ല അവർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ലൈക്ക് ചെയ്യുന്നു, എന്ത് ഷെയർ ചെയ്യുന്നു, ഏത് വെബ്സൈറ്റ് നോക്കുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് കളി. അതായത് ഓരോരുത്തർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും, പേഴ്സണലൈസ്ഡ് ആയിട്ട്. ഓ, അപ്പോ അതാണല്ലേ പിന്നിലെ ആ ബുദ്ധി. ഞാൻ വിചാരിച്ചു എന്റെ ഫോണിനെന്തോ പ്രേതബാധയാണെന്ന്. ഏതെങ്കിലും ഒരു ടീഷർട്ടിന്റെ ഫോട്ടോയില് അറിയാതെ ഒന്ന് തൊട്ടുപോയാൽ മതി. ഹോ, പിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്റെ പരസ്യം. സത്യം പറഞ്ഞ ചിലപ്പോൾ ഒരു പേടി തോന്നും, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. പ്രേതമൊന്നുമല്ല, ടെക്നോളജിയാണ്. അതിനെ സ്റ്റോക്കിംഗ് എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിലും അതിന്റെ ഒരു ഫോർമൽ പേരാണ് ഓഡിയൻസ് അവെയർനെസ്. ഓഡിയൻസ് അവെയർനെസ്? ആ, അതായത് പ്രേക്ഷകരെക്കുറിച്ചുള്ള ഒരു അവബോധം. അവർക്ക് നമ്മളെപ്പറ്റി കൃത്യമായി അറിയണം. നമ്മുടെ ഇഷ്ടങ്ങൾ, ആവശ്യങ്ങൾ, പിന്നെ നമ്മൾ എവിടേക്കാണ് ഓൺലൈനിൽ ചുറ്റിത്തിരിയുന്നത് എന്നെല്ലാം. ഓഹോ, വെറുതെ അങ്ങ് അറിയുകയല്ല. ഈ ഗൂഗിൾ അനലിറ്റിക്സ് പോലെയുള്ള ടൂൾസ് ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ച് ഡാറ്റയൊക്കെ ശേഖരിച്ച് അനലൈസ് ചെയ്യും. അനലിറ്റിക്സോ? ഓ, അത് മറ്റേ കണക്കും കാര്യങ്ങളും ഒക്കെയാണോ? കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വലിയ പിടിയില്ല. കണക്ക് തന്നെ. പക്ഷെ നമ്മളെക്കുറിച്ചുള്ള കണക്ക്. നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറുന്നു, ഏത് പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു പേജിൽ എത്ര നേരം നോക്കുന്നു, എന്ത് സാധനം ഓൺലൈനിൽ വാങ്ങുന്നു, നമ്മുടെ പ്രായം, ഏകദേശം എവിടെയാണ് താമസം, എന്തിലാണ് താൽപ്പര്യം, സ്പോർട്സ് ആണോ, സിനിമയാണോ, ഫാഷനാണോ, ഇങ്ങനെ ഒരുവിധം എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവെച്ചാണ് അവര് നമ്മളെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. നമ്മൾ ചുമ്മാ ഫോണിൽ കളിക്കുവാണെന്ന് വിചാരിച്ചപ്പോ എന്തൊക്കെ കളികളാണ് ഈ പിന്നണിയില്. അച്ചപ്പ ഈ ടാർഗറ്റിംഗ് അതൊക്കെ മനസ്സിലായി. പക്ഷെ ചില പരസ്യങ്ങൾ കാണുമ്പോൾ വെറുതെ പ്രോഡക്റ്റ് അല്ലല്ലോ കാണിക്കുന്നത്. എന്തോ ഒരു ഫീല് കിട്ടാറുണ്ട്. ചില ബ്രാൻഡുകളൊക്കെ ഭയങ്കര സംഭവമാണെന്നൊരു തോന്നല്. അതെന്താ പരിപാടി? ഈ ബ്രാൻഡുകൾക്കൊരു കഥയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണോ? കറക്റ്റ്. അതാണ് ബ്രാൻഡ് സ്റ്റോറി, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ കഥ. വെറുതെ ഞങ്ങളുടെ ഷൂ നല്ലതാണ് വാങ്ങിക്കോളൂ എന്ന് പറയുന്നതിന് പകരം അവരാ ബ്രാൻഡിന് ചുറ്റിപ്പറ്റിയൊരു കഥയുണ്ടാക്കും. കഥ? അതെ. ആ ബ്രാൻഡിന്റെ ലക്ഷ്യങ്ങൾ, അവരുടെ ഒരു സ്റ്റൈല്, അവർ ആരെയാണ് ആകർഷിക്കാൻ നോക്കുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തൊരു സ്റ്റോറി. അത് ചിലപ്പോ ഒരു പരസ്യത്തിലൂടെയാവാം, ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയോ നമ്മളിലേക്ക് എത്തും. കഥയോ? അപ്പൊ ഈ ആപ്പിൾ കമ്പനിക്കാരൊക്കെ ഫോൺ ഉണ്ടാക്കുന്നതിന് പകരം കഥ എഴുതിയാ മതിയോ? അതോ ഈ സ്പോർട്സ് ബ്രാൻഡുകാരൊക്കെ ജീവിക്കുന്ന കഥ മാത്രം പറഞ്ഞിരുന്നാ മതിയോ? ഷൂസ് വിൽക്കണ്ടേ? അങ്ങനെയല്ല. ഒരു ഉദാഹരണത്തിന് ഒരു സ്പോർട്സ് ബ്രാൻഡ് എടുക്കാം. അവര് ചിലപ്പോൾ ഭയങ്കര കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി വിജയം നേടുന്ന ഒരു അത്ലറ്റിന്റെ കഥ പറയും. അത് കണ്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിരേഷൻ തോന്നും, അല്ലേ?
എന്നിട്ട് നമ്മൾ ആ ബ്രാൻഡിന്റെ ഷൂസ് വാങ്ങുമ്പോൾ ആ ഒരു വിജയത്തിന്റെ ആ പോരാട്ട വീര്യത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളും എന്നൊരു ഫീൽ അവർ തരും. അല്ലാതെ ഷൂസിനെന്തോ സൂപ്പർ പവർ ഉണ്ടെന്നല്ല കഥ. ആ ബ്രാൻഡിന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഓഹോ, സംഭവം കൊള്ളാമല്ലോ പരിപാടി. അപ്പൊ ഈ ബ്രാൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചില ബ്രാൻഡുകളെ കാണുമ്പോൾ ഒരു മതിപ്പ് തോന്നുമല്ലോ, ഹോ ക്ലാസ് സാധനമെന്നോ, അല്ലെങ്കിൽ ചിലതിനോട് ഇതത്ര പോരാ എന്നോ തോന്നുന്നത്. അതാണോ ഈ പെർസെപ്ഷൻ? അതെ, അത് തന്നെ. ഒരു ബ്രാൻഡിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ, ആ ബ്രാൻഡിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ബ്രാൻഡ് പെർസെപ്ഷൻ. അതൊറ്റ ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല കേട്ടോ. ഓ, അവരുടെ പരസ്യങ്ങൾ, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, അവർ കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഇതൊക്കെ കാലക്രമേണ നമ്മളിലുണ്ടാക്കുന്ന ഒരു ഇമേജാണ്. ഇത് ബ്രാൻഡുകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണോ അതോ നമ്മളായിട്ടുണ്ടാകുന്നതാണോ? മിക്കവാറും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അതിന് പല വഴികളുണ്ട്. ചില ബ്രാൻഡുകൾ ഒരു ലക്ഷറി ഫീൽ തരാൻ നോക്കും. ഭയങ്കര സ്റ്റൈൽ ആൻഡ് ഡിസൈൻ, കൂടിയ വില, ചിലപ്പോൾ വലിയ സെലിബ്രിറ്റികളെ വെച്ച് പരസ്യം ചെയ്യും. അപ്പൊ നമുക്ക് തോന്നും അത് വലിയ പണക്കാർക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കുന്നവർക്കുള്ളതാണെന്ന്. വേറെ ചിലർ സാധാരണക്കാരന് താങ്ങാനാവുന്ന വില, നല്ല ഈട് നിൽക്കും, സിമ്പിൾ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു വരും. അവരുപയോഗിക്കുന്ന ലോഗോ, നിറങ്ങൾ, പാക്കേജിംഗ്, എന്തിന് അവരുടെ സോഷ്യൽ മീഡിയ പേജിലെ സംസാര രീതി വരെ ഈ പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തതാണ്. കൊള്ളാം. അപ്പോ എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ കോളേജിലൊക്കെ കാണുന്ന ചെറിയ സ്റ്റാർട്ടപ്പുകളില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേക്കും ഡ്രസ്സുമൊക്കെ വിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ തന്നെ തുടങ്ങുന്ന സംരംഭങ്ങൾ, അവർക്കിതുപോലെ കോടികൾ മുടക്കി കഥയുണ്ടാക്കാനോ സെലിബ്രിറ്റിയെ വെച്ച് പരസ്യം ചെയ്യാനോ പറ്റില്ലല്ലോ. അവരൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കും? അവിടെയാണ് അടുത്ത പ്രധാന പോയിന്റ് വരുന്നത്, ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ. അതായത് ക്വാളിറ്റി കണ്ടന്റ്. ക്വാളിറ്റി കണ്ടന്റോ? അതെ, വലിയ ബഡ്ജറ്റ് ഇല്ലെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ടുള്ള, ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ചെറിയ ബിസിനസ്സുകൾക്കും ശ്രദ്ധ നേടാം. വൈറലാകാൻ എപ്പോഴും വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും വേണ്ട. ശരിയാണ്. ചിലപ്പോ കോളേജ് ക്യാൻറ്റീനിലെ ചായയെക്കുറിച്ചുള്ള ഒരു തമാശ റീല് മതിയാകും ഒരു ഫുഡ് സ്റ്റോളിനെ ക്ലിക്കാവാൻ. ശരിയാണ്. ഞങ്ങളുടെ കോളേജിലൊരു ചേട്ടൻ വെറുതെ തുടങ്ങിയൊരു ഫുഡ് ഡെലിവറി പരിപാടി. അത് ഹിറ്റായത് ഒരു കോമഡി വീഡിയോ വൈറലായതിനു ശേഷമാ. കണ്ടോ? അതിൽ അഭിനയിച്ചതൊക്കെ നമ്മുടെ പിള്ളേരായിരുന്നു താനും. അതാണ് കാര്യം. ആളുകളെ ചിരിപ്പിക്കുകയോ ചിന്തിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്പർശിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും പുതുമയുള്ള കണ്ടന്റ് ആണെങ്കിൽ അതിന് സ്വീകാര്യത കിട്ടും. അതിനെ വൈറൽ ക്യാമ്പയിൻ എന്നൊക്കെ പറയാം. കുറഞ്ഞ ചെലവിൽ ഒരുപാട് പേരിലേക്ക് എത്താൻ ഇത് സഹായിക്കും. ആത്മാർത്ഥതയും ക്രിയേറ്റിവിറ്റിയുമാണ് അവിടെ പ്രധാനം. കൊള്ളാം. അപ്പോ നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയാൻ എന്തൊക്കെയാണ്? ഇതിലെ മെയിൻ പില്ലേഴ്സ് ഏതൊക്കെയാണ്? പ്രധാനമായും 3 തൂണുകളുണ്ടെന്ന് പറയാം. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പ്രേക്ഷകരെക്കുറിച്ചുള്ള അവബോധം, ഓഡിയൻസ് അവയർനെസ്. നമ്മൾ ആരാണെന്നും നമുക്ക് എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കുക. 2, ഗുണമേന്മയുള്ള ഉള്ളടക്കം, ക്വാളിറ്റി കണ്ടന്റ്. ആളുകളെ ആകർഷിക്കുന്ന, അവരുമായി കണക്ട് ചെയ്യുന്ന ക്രിയേറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കുക. 3, ബ്രാൻഡ് കഥ. ആ ബ്രാൻഡിന് ഒരു പേഴ്സണാലിറ്റിയും ആളുകളുമായി ഒരു ഇമോഷണൽ ബന്ധവും നൽകുക. ഈ 3 കാര്യങ്ങളും ശരിയായി വന്നാൽ ഡിജിറ്റൽ ലോകത്ത് ഒരുവിധം പിടിച്ചു നിൽക്കാം. ഓക്കെ. അപ്പോ ഈ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം അതൊന്നുകൂടി സിമ്പിളായിട്ട് പറയാമോ? ഡേറ്റ ട്രാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഒരിത് സത്യത്തിൽ ഇത് നല്ലതാണോ ചീത്തയാണോ? അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ അനലിറ്റിക്സ് ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ്. റിപ്പോർട്ട് കാർഡോ? അതെ. നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ക്ലിക്ക്, ലൈക്ക്, ഷെയർ, പർച്ചേസ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യും. ഇതുവെച്ച് ബ്രാൻഡുകൾക്ക് അവരുടെ മാർക്കറ്റിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഏത് പരസ്യമാണ് കൂടുതൽ പേർ കാണുന്നത്, ഏത് ഓഫറാണ് കൂടുതൽ പേർ വാങ്ങുന്നത്, എവിടെയാണ് ആളുകൾക്ക് താൽപ്പര്യം കുറയുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റും. ഇതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോ ഉപഭോക്താവിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കാൻ ഇത് സഹായിക്കും എന്ന് ഒരു വശത്ത് പറയാം. മനസ്സിലായി. അപ്പോ ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ സെർച്ച് ഇതിലൊക്കെയാണല്ലോ. അതെ. അപ്പോ ഇവയെയാണോ ഈ പ്ലാറ്റ്ഫോം ടെക്നോളജീസ് എന്ന് പറയുന്നത്?
നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ ആപ്പുകളും വെബ്സൈറ്റുകളും. അതെ, കറക്റ്റ്. ഇവയെ പ്ലാറ്റ്ഫോം ടെക്നോളജീസ് എന്ന് വിളിക്കാം. ഇവിടെയാണ് നമ്മൾ സാധാരണക്കാർ നമ്മുടെ ഫോട്ടോയും വീഡിയോയും അഭിപ്രായങ്ങളുമൊക്കെ ഷെയർ ചെയ്യുന്നത്, കൂട്ടുകാരുമായി സംസാരിക്കുന്നത്, ലൈക്ക് അടിക്കുന്നത്, കമന്റ് ചെയ്യുന്നത്. ഇതേ സ്ഥലങ്ങൾ തന്നെയാണ് ബ്രാൻഡുകൾ അവരുടെ പ്രോഡക്ട്സും സർവീസസും മാർക്കറ്റ് ചെയ്യാനും നമ്മളുമായി സംസാരിക്കാനും ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ ലൈഫും ഈ മാർക്കറ്റിംഗ് നടക്കുന്നത് ഒരേ ഡിജിറ്റൽ സ്പേസിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മൾ ഈ ഫോണിൽ ചുമ്മാ തമാശയ്ക്ക് സ്ക്രോൾ ചെയ്ത് സമയം കളയുമ്പോൾ അതിന്റെ പിന്നിൽ ഇത്രയും വലിയ കളികൾ നടക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. നമ്മൾ അറിയാതെ നമ്മുടെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം നല്ല പ്ലാനിങ്ങോടുകൂടി വരുന്നതാണ്. അതെ, വെറുതെ ഒരു ഷൂവിന്റെ പരസ്യം കാണുന്നതല്ല അത്. അതിന് പിന്നിൽ ടെക്നോളജിയുണ്ട്, ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കലുണ്ട്, കഥ പറച്ചിലുണ്ട്, പിന്നെ ഈ ഡേറ്റ അനാലിസിസ് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് നമ്മൾ എന്ത് വാങ്ങണം, എന്തിഷ്ടപ്പെടണം എന്ന് പോലും തീരുമാനിക്കുന്നൊരു ശക്തിയായി ഇത് മാറുന്നുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണിത്. ശരിയാണ്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരസ്യം കാണുമ്പോൾ ആഹാ ഇതെന്താണാവോ ഇവരുടെ അടുത്ത പ്ലാൻ എന്ന് ഞാനൊന്ന് ചിന്തിക്കും. എന്തായാലും നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത, പക്ഷേ ഒന്ന് ആലോചിക്കാനൊരു കാര്യം ബാക്കിയുണ്ട്. അതെ, ഇപ്പൊ നോക്ക്, ഇത്രയധികം ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്താഗ്രഹിക്കുന്നു എന്നൊക്കെ ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ടെക്നോളജിയും ബ്രാൻഡുകളും ഭാവിയിൽ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുകയെന്നതിനപ്പുറം അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമോ? നമ്മുടെ തീരുമാനങ്ങൾ പൂർണ്ണമായും അവരുടേതായി മാറുമ്പോൾ അങ്ങനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.